എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും ദേവയാനി അനാമികയെ ചേർത്ത് നിർത്തുന്നു, നയനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ അനാമിക എല്ലാവരോടും പറയുന്നുണ്ട്, നമുക്കൊരു ക്യാറ്റ് വാക്ക് കൂടെ നടത്തിയാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഈ പ്രായത്തിൽ നിന്ന്. അപ്പോൾ ദേവയാനി പറയും, അമ്മ ഇന്നൊരു ദിവസമല്ലേ, ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക, അനാമിക മോള് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നു. മുത്തശ്ശിക്ക് പറ്റുന്ന രീതിയിൽ മുത്തശ്ശിയും ക്യാറ്റ് വാക്കൊക്കെ നടത്തുന്നു, എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുപോലെ ദേവയാനിയും നയനയും എല്ലാവരും ചെയ്തൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൽ ആർക്കാ ഫസ്റ്റ് കിട്ടിയേ എന്നൊന്ന് പറ എന്ന് പറയും. എന്നാൽ അനാമിക പറയുന്നുണ്ട്, സംശയം എന്തായിരിക്കും അമ്മായിക്ക് തന്നെയാണെന്ന് പറയുന്നേക്കും. അയ്യോ ദേവയാനിക്ക് ഭയങ്കര സന്തോഷം, അയ്യോടാ എൻ്റെ ചക്കര എന്ന് പറഞ്ഞ് അനാമികയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം നവ്യ നയനോട് പറയുന്നുണ്ട്, എടി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് നീയാ, എൻ്റെ കാര്യം പോട്ടെ, എന്നിട്ട് എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നയന പറയും, പോട്ടെ ചേച്ചി, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, ഇതിപ്പോൾ എനിക്ക് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് അതങ്ങ് സോൾവ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവരിറങ്ങി വരുവാട്ടോ താഴോട്ട്. ഇത് കാണാനായിട്ട് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ആണുങ്ങളും ഹാളിലുണ്ട് കേട്ടോ. അവരിതെല്ലാം കണ്ടിങ്ങനെ അന്തിച്ച് നിൽക്കുവാണ്. അന്നേരം ചിരി വരുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് അനിയോട്, എടാ ഈ ഫോട്ടോയൊക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കണേ, പിന്നീട് ഈ കോലത്തിൽ ഇവരെയൊന്നും കാണാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അനി വന്ന് എല്ലാവരോടും നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കും. അന്നേരം നയന് ചോദിക്കുന്നുണ്ട്, എല്ലാവരും അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യില്ലായിരുന്നു, എങ്ങനെയായി എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ആണുങ്ങൾ ഭക്ഷണം നേരാവണ്ണം പാചകം ചെയ്യില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇന്ന് കണ്ടു നല്ല രീതിയിൽ ഞങ്ങൾ ഇതെല്ലാം സെറ്റാക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വരുമോ, അത് ഇവിടുന്ന് തന്നെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം പുറത്തുനിന്നുള്ള ഫുഡ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്, ഒരു കുഴപ്പമില്ല ഞങ്ങൾ ചെയ്തോളാം എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. അന്നേരം ജലജ ചോദിക്കും, ഇനിയിപ്പം ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുമോ, വേണമെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും, അതിന് ഇവിടെയുള്ള ആരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നില്ല, നിനക്കും നിൻ്റെ മോനും അല്ലേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് വലിയ കാര്യം എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശൻ, ഞാനിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറേ ഇല്ല എന്ന് പറയും. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നീ ബാറി കയറുമ്പോൾ നല്ല രീതിയിൽ അവിടുത്തെ ഫുഡ് തട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയും. അന്തേക്കും പെട്ടെന്ന് ജലജ, എൻ്റെ മോനെ മാത്രമേ ഇങ്ങനെ വെള്ളം അടിക്കുന്നവനാക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയും, അവൻ അങ്ങനെ ഒരു സാധനമാണ്, അതുകൊണ്ടാണ്. എടി ശരിക്കും അവൻ്റെ തലയിൽ ചെളി നിറയ്ക്കുന്നത് നീ നന്നായാലേ അവൻ നന്നാവുള്ളൂ, നീ ഒരുത്തി കാരണമാണ് അനന്തപുരിയിൽ ഇങ്ങനെ ഒരെണ്ണം തലതിരിഞ്ഞു പോയത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അന്നേരം വഴക്ക് പറയുന്നുണ്ട്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക്. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്നത് ആദർശാണ്, അവൻ എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നു എന്ന് പറയും. അന്തേക്കും ജലജ, അല്ലെങ്കിലും ഈ കുടുംബത്തിലെയും ഓഫീസിലെയും എല്ലാ കാര്യങ്ങളിലെയും ഹെഡായിട്ടിരിക്കുന്നത് ആദർശ് തന്നെയല്ലേ, ഓഫീസിലും എല്ലാ കാര്യവും ചെയ്യുന്ന അവൻ തന്നെയല്ലേ, വേറെ ആർക്കും അധികാരം ഇല്ലല്ലോ എന്നിങ്ങനെ പറയുക. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, ഇനിയിപ്പോൾ എന്ത് വേണം, നിൻ്റെ മോന് അധികാരം കൊടുക്കണോ എന്ന് ചോദിക്കും. അന്നേരം ജയം പറയുന്നുണ്ട്, അങ്ങനെ അധികാരം കൊടുക്കണമെങ്കിലും അതിനുള്ളൊരു കഴിവുകൂടെ വേണമല്ലോ, അല്ലാണ്ട് ചുമ്മാ എടുത്തങ്ങ് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക്. ആകെ അടി മേടിച്ച ഒരവസ്ഥയായിപ്പോയി. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇന്നൊരു നല്ല ദിവസമായിട്ട് ആരെയും വേദനിപ്പിക്കേണ്ട മുത്തശ്ശ, ഏതായാലും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ ആണുങ്ങൾ നല്ല രീതിയിലെല്ലാം ഉണ്ടാക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അവിടെ നിന്ന് നയന പറയുന്നുണ്ട്, ശരിക്കും ഈ കാര്യത്തിൽ വാചകം നിർത്തിയിട്ട് പ്രവൃത്തിയാണ് ശരിക്കും വേണ്ടത് എന്ന് പറയുമ്പം ആദർശ് ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന്. അതൊക്കെ ദേവേനിക്കത് ഇഷ്ടപ്പെടില്ല. ദേവേനി ചോദിക്കും, അതെന്താ അവർ ഫുഡ് ഉണ്ടാക്കിയല്ലേ, നിനക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുള്ളൂ എന്നാണോ നിൻ്റെ വിചാരം എന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തേക്കും അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളമ്മേ, അവരുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയന അങ്ങ് പുറത്തേക്ക് പോവുക. അന്നേരം പുറകെ പോകും കേട്ടോ ആദർശ്. അന്നേക്കും ജലജയ്ക്ക് പിന്നെയും കുത്തൽ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവൻ പുറകെ പോകുന്നുണ്ട്, ഭാര്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനായിരിക്കും എന്നിങ്ങനെ പറയുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ വർണ്ണിച്ചോട്ടെ, ഭാര്യമാർ നല്ല രീതിയിൽ ഒരുങ്ങി വരുമ്പോൾ ഭർത്താക്കന്മാർ ഒന്ന് വർണ്ണിച്ചെന്നൊക്കെ ഇരിക്കും, അതൊക്കെ എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമാണ്. നിൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് നിനക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇല്ലാതായിപ്പോയി, അതിനിപ്പോൾ ആരെയാ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുന്നതേക്കും മോഹം അങ്ങ് ഇഷ്ടപ്പെടാത്ത രീതിയിലാക്കുക. അന്നേരം മുത്തശ്ശി ചോദിക്കും, എന്താ ജലജ, നിനക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ, നിൻ്റെ സ്വഭാവ ഗുണം കൊണ്ടല്ലേ ഇതൊക്കെ നിനക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുവാണ്. ഈ സമയം നയന പുറത്തേക്ക് പോകുന്നായിരുന്നല്ലോ. നയനയുടെ പുറകെ ആദർശം വന്നായിരുന്നു. അപ്പോൾ ആദർശം അടുത്തോട്ട് വന്നിരുന്നേക്കും നയന ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എന്നെ കാണാൻ, കൊള്ളാവോ എന്ന് ചോദിക്കും. അന്നേരം ആദർശം പറയുന്നുണ്ട്, ശരിക്കും ഇപ്പം നിന്നെ കൊണ്ട് ഒരു പാടത്ത് വെക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല, കണ്ണീർ കോലം പോലെ ഉണ്ട് എന്ന് പറയും. അന്നേരം പിന്നെ എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്തവർ അങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, നീ സാരി ഉടുക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടമെന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, എന്നും ഒരേ രീതിയിലായ കൊള്ളിയല്ലോ, കുറച്ച് ചേഞ്ചൊക്കെ വേണ്ടേ എന്ന് നയന തിരിച്ചു വയ്ക്കും. അന്നേരം ആദർശ് പറയും, ചേഞ്ചൊക്കെ വേണം, പക്ഷേ ഈ രീതിയിലുള്ള ചേഞ്ച് ആർക്കും അങ്ങ് ഇഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അന്നേരം നയന പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ വേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ, ഭക്ഷണം ഇതുവരെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, ഇനിയും അതിനകത്ത് ഓരോ ചേരുവകൾ ചേർക്കാനുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട്, ഇനി നിൻ്റെ ഒന്നും ആ സഹായം എനിക്ക് വേണ്ട, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ പ്രിപ്പയർ ചെയ്തോളാം എന്ന് പറയും.
അപ്പം നയന ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറ കേട്ടോ, ഒരു കാര്യം ഞാൻ ഇനി പറഞ്ഞു തരത്തില്ല, ഞാൻ സഹായിക്കാനും വരില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ സഹായം വേണ്ടെന്നേ, ഞങ്ങൾ ആണുങ്ങൾ അത് നല്ല രീതിയിൽ ചെയ്തോളാം എന്ന് പറയും. എന്നാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് നയന അകത്തേക്ക് പോവുക. അന്നേരം ആദർശ് ഓർക്കുക, ഈശ്വര അവളെ വിളിക്കണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഏത് നേരം കെട്ട നേരത്താണോ അവളെ വിളിക്കാൻ തോന്നിയത് എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് നിൽക്കുക. അന്നേരത്തെ ആ ഒരു ആവേശത്തിന് പറഞ്ഞു പോയതാ ആദർശ്. പിന്നീട് കനകയെ കാണിക്കുന്നുണ്ട്. കനക പറയുവാണ്, നിങ്ങളെല്ലാവരും ഷോപ്പിങ്ങിന് പോകുമല്ലേ, ഞാൻ ഷോപ്പിങ്ങിന് വരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് എന്നെ നന്ദാവനത്തിലേക്കൊന്ന് ഇറക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, അവിടെ പോയിട്ട് കനകയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, പെട്ടെന്നുള്ള കാര്യമാണെങ്കിൽ ഞങ്ങളും കൂടെ വരാമെന്ന് പറയും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, വേണ്ടമ്മ അങ്ങനെ ചെയ്താൽ നമുക്ക് സമയം നഷ്ടമാകും എന്ന് പറയും. അപ്പം കനക പറയും, അയ്യോ വേണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എനിക്ക് ഞാൻ അവിടെ നിന്ന് വന്നിട്ട് കുറേ ദിവസമായില്ലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ അവിടെ പോയി നിന്നിട്ട് നാളെ വന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി അന്ന് അങ്ങനെ ആകട്ടെ, കനകയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, ഒന്നുമില്ലെങ്കിലും ഇതുപോലെ ഒരുങ്ങി ഞാൻ ഈ വേഷമൊക്കെ ഇട്ടതല്ലേ, അതൊക്കെ ഒന്ന് ഗോവിന്ദേട്ടനെയും നന്ദുവിനെയും ഒന്ന് കാണിക്കാമല്ലോ എന്നിങ്ങനെ ഒരു ആഗ്രഹം പോലെ പറയുക. പക്ഷെ അവിടെ നിൽക്കുന്ന അനാമികയ്ക്ക് അത് കേൾക്കുന്നതൊന്നും ഞാൻ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഏതായാലും ആദർശിന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് എല്ലാവരും ഷോപ്പിങ്ങിനാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് കനക നന്ദാവനത്തിൽ വന്ന് കൂളിംഗ് ബെല്ലടിക്കുന്നു. ഇറങ്ങി വന്ന് ഗോവിന്ദൻ വാതിൽ ഓർക്കുന്നു. ഗോവിന്ദന് കനകയെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് മനസ്സിലാകുന്നില്ല, ആരാ എന്ന് ചോദിക്കുക. അന്നേരം ആരാന്നോ മനസ്സിലായില്ലേ ഗോവിന്ദേട്ടനെ എന്നെ എന്ന് ചോദിച്ചാൽ ആ ഗ്ലാസ് വെച്ചേക്കുന്നത് അതങ്ങ് എടുത്ത് മാറ്റും. അന്നേരം നീ എന്താ ഈ കോലത്തിലെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ചേഞ്ചൊക്കെ ആവട്ടെ എന്ന് ഓർത്തു എന്ന് പറയും. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളുടെ കൂടെ ഇത്രയും ദിവസം നിന്നപ്പോൾ നിനക്ക് ഇത്രയും ചേഞ്ച്, ഇനി കുറച്ച് നാളോടെ നിന്നിട്ടുണ്ടെങ്കിൽ ആളെ കണ്ടാൽ മനസ്സിലാകില്ലല്ലോ എന്ന് പറയും. അതൊക്കെ നന്ദു ഇറങ്ങി വരും. അപ്പം നന്ദു ചോദിക്കുന്നു, എന്തെന്താ അമ്മ ഈ കോലത്തിൽ ചോദിക്കുമ്പോൾ, എന്താ നന്ദൂട്ട എൻ്റെ ഈ കോലം കൊള്ളൂലേ എന്ന് ചോദിക്കും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അല്ല ഇപ്പം നിന്നെ കണ്ട കല്യാണം കഴിഞ്ഞ 2 മക്കളുടെ അമ്മയൊന്നും തോന്നൂല എന്ന് പറയുമ്പോഴേക്കും, അതെനിക്ക് കേട്ടാൽ മതി, എനിക്കിപ്പം മനസ്സമാധാനമായി എന്ന് കനക പറയും. പിന്നീട് അനന്തപുരിയിലെ വിശേഷങ്ങളൊക്കെ പറയുവാണ്. ഇന്നൊരു ദിവസത്തേക്ക് ആണുങ്ങളെല്ലാം അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ലീവ് കൊടുത്തു, അവർ ഷോപ്പിങ്ങിനും അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് പോയി, ബ്യൂട്ടീഷ്യനെ വരുത്തി ഒരുക്കുകയോ ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുക. അതെങ്കിലും പെട്ടെന്ന് നന്ദുവിന് ചെറിയൊരു വിഷമം വന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, അനിമോനെ ഏതായാലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ നയന, അതുകൊണ്ട് തന്നെ അവൻ അതുമായിട്ട് അഡ്ജസ്റ്റായി, ഇപ്പോൾ കല്യാണത്തിന് മാനസികമായിട്ട് അങ്ങ് പ്രിപ്പയറായി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുക. അപ്പം നന്ദുവിൻ്റെ മുഖം ഇങ്ങനെ മങ്ങിയിരിക്കുന്നതാണെങ്കിലും കനക പറയുന്നുണ്ട്, മോളെ നീ അതൊക്കെ മറക്കണം, അവനിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കല്യാണത്തിൻ്റെ അന്ന് അവിടെ വന്ന് എല്ലാത്തിലും പങ്കെടുത്ത് ഓടി നടക്കണം. അപ്പം അവന് ശരിക്കും ബോധ്യമാകും അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു, നിൻ്റെ മനസ്സിൽ അവനോട് സ്നേഹമില്ലായിരുന്നു എന്ന്, ഇതുപോലൊരു സ്നേഹമില്ലായിരുന്നു എന്ന് അവന് തോന്നി തുടങ്ങിക്കോളും. അതുപോലെ അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടും അനിയനെയും അനാമികയും കാണാനൊന്നും നീ നിൽക്കണ്ട, അത് അവരിൽ കൂടുതൽ സംശയങ്ങളുണ്ടാക്കും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ മനസ്സിൽ ഓരോ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ മാറാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് കുറേ ഉപദേശമൊക്കെ കഴിഞ്ഞിട്ട് അവരകത്തോട്ട് കയറി പോവാണ്. നന്ദുവിന് എന്തൊക്കെ പറഞ്ഞാലും അനിയെക്കുറിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു വിഷമം വരും കേട്ടോ. ഓരോ ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോൾ സങ്കടമാണ്. പിന്നീട് കാണിക്കുന്ന ആദർശ് ഏതായാലും അടുക്കളയിൽ അവരെല്ലാവരും ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞപ്പം എല്ലാവരോടും അടുക്കളയിലേക്ക് തിരിച്ചു വന്നു. ആദർശിനോട് ഓരോന്ന് ഉണ്ടാക്കാൻ പറയുക. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അന്ന് നയന പറഞ്ഞ രീതിയിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനി ബാക്കി നയന പറയാതെ അറിയത്തില്ല. അന്നേരം ആദർശ് ഓർക്കുക, ഈശ്വര ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് ഓരോ പിടിപാടും കിട്ടുന്നില്ലല്ലോ, വെറുതെ അവളോട് വഴക്കുണ്ടാക്കണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്നോർത്ത് വിഷമിച്ച് നിൽക്കുക. അന്നേരം മുത്തശ്ശനും ജയനും അവരെല്ലാവരും പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇത്രയും നേരം എന്നെ ഉത്സാഹമായിരുന്നു, അത് ചെയ്യുക ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നു, ഇപ്പോൾ എന്താ ഒന്നും ചെയ്യാത്തതെന്ന് ചോദിക്കും. അപ്പോൾ വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇത്തിരി വെള്ളത്തുള്ളി പൊളിച്ച് വയ്ക്കുക എന്ന് പറയും. അന്നേരം ജയം പറയുന്നുണ്ട്, അതൊക്കെ ഇവിടെ ചെയ്ത് വെച്ചേക്കുക എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അഭിയല്ലേ ചെയ്തത്, അത് ശരിയായി കാണില്ല, ഒന്നുകൂടി ശരിയാക്കി തായെന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, എല്ലാം ശരിയാക്കി തരാം, ഏട്ടൻ അങ്ങ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ വരുമ്പോൾ എന്താകും അവസ്ഥ എന്നിങ്ങനെ ചോദിക്കും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത്രയും നേരം അവൻ ഭയങ്കര ഉത്സാഹത്തോടെ നിന്നതാണ്, ഇപ്പോൾ അവന് മൊത്തത്തിൽ സംശയമാണല്ലോ എന്ന് പറയുമ്പോൾ, അല്ല നമ്മൾ എന്നും പാചകം ചെയ്യുന്ന രീതിയിലല്ലല്ലോ, ചെറിയ സംശയങ്ങളൊക്കെ വരും, അതിപ്പോൾ ശരിയാക്കി എടുക്കാം എന്നിങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളുവാണ്. കാരണം ചെയ്യാൻ അറിയത്തില്ല, അത് തന്നെ കാര്യം. ഏതായാലും ചെവിയിൽ ബ്ലൂടൂത്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദർശം മനസ്സിലോർക്കുക, ഇനിയിപ്പം നാണം കെട്ടിട്ടാണെങ്കിലും അവളുടെ കാല് പിടിക്കാൻ നിവൃത്തിയുള്ളൂ, വിളിക്കാം എന്നിങ്ങനെ ചിന്തിച്ചേക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.